നിങ്ങളുടെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായും കാണുന്ന ഒരു ചോദ്യമാണ് ഇവൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നീളവും വീതിയും ഉയരവും തന്നിട്ട് ആ ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം വോളിയം കാണാൻ 100% എടാ 100% ചോദിച്ചിരിക്കും. അപ്പൊ ഇനി വോളിയം കാണാൻ അല്ലെങ്കിൽ വ്യാപ്തം കാണാൻ വന്നാൽ നിങ്ങൾ ഒരിക്കലും സ്റ്റക്ക് ആയത് കേട്ടോ മക്കളെ. നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? ഇത്രമാത്രം ചെയ്താൽ മതി. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ്. അതായത് ഇവിടെ ഒന്നാമത്തതിന്റെ നോക്കി നോക്ക്. നീളം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്, വീതി എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്, ഉയരം എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. ദെൻ വോളിയം എന്തായിരിക്കടാ? 6 3 എന്ന് പറയുമ്പോൾ 1 6 6 2 6 12 3 6 18 അല്ലെ. 18 ഇൻറ്റു ഒരാളും കൂടി ഉണ്ട് 2, അതിനോണ്ട് ഗുണിക്കുക. 18 ഇൻറ്റു 2 അതായത് എത്ര വരും? 36. വെറും 36 ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? 36ന്റെ കൂടെ ഇവന്മാരെല്ലാവരും സെന്റിമീറ്ററിലായതുകൊണ്ട് ക്യൂബിക് സെന്റിമീറ്ററിന് എഴുതണം. മലയാളം മീഡിയം ആണെങ്കിൽ ഘന സെന്റിമീറ്ററിന് എഴുതണം. സിമ്പിൾ അല്ലേ? അപ്പൊ എന്തായാലും വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണാൻ ചോദിക്കൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക എങ്ങനെയാ അറിയോ? ഉള്ളളവ് കാണുക, കപ്പാസിറ്റി കാണുക എന്നാ ചോദിക്കുക. ഉള്ളളവ് കാണാനും പറഞ്ഞാലും വോളിയം കാണാനും പറഞ്ഞാലും വ്യാപ്തമാണെങ്കിലും ഒക്കെ ഏത് തന്നെയാണടാ ഇക്വേഷന്? നമ്മൾ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഓർത്തു വെച്ച്, വ്യാപ്തം കാണാനും ഉള്ളളവ് കാണാനും സെയിം ഇക്വേഷനാ. നമ്മളുടെ വോളിയം കപ്പാസിറ്റിയും കാണാൻ സെയിം ഇക്വേഷനാ, മറക്കരുത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഇക്വേഷന്. എന്തായാലും 100% ഷുവർ ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം എന്തായിരിക്കും? നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. സോ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറക്കണ്ട, പെട്ടെന്ന് തന്നെ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുകയും ചെയ്തോ.